ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു കർക്കടക മാസം ആശംസി ആശംസിക്കുന്നു. ഇന്നപ്പം ഇന്ന് കർക്കടക മാസം 1-ാം തീയതിയാണ്. എല്ലാവരും ഇന്ന് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി തുടങ്ങുന്ന ഒരു ദിവസമാണെന്ന് എനിക്കറിയാം. അതേമാതിരി കർക്കിടക മാസം എന്ന് പറയുമ്പോൾ എനിക്കും ഒരുപാട് ഓർമ്മകളാണ്. ശരിക്കും പ്രത്യേകിച്ചും അച്ഛയും കൂടെ ഉള്ള സമയത്ത് നമ്മൾ കർക്കിടക മാസം തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. ഈ വീട്ടിലുള്ള ആ, ആ, പഴയ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് കളയുക, പിന്നെ മൊത്തത്തിൽ ക്ലീൻ ആക്കുക. അപ്പൊ അമ്മ പറയാറുണ്ട് മൂശാട്ടേനെ എടുത്ത് പുറത്താക്കണം എന്ന്. അങ്ങനെയാണ് കർക്കിടകത്തിന് തലേ ദിവസം ചെയ്യുക. പിന്നെ കർക്കിടക മാസത്തിന് ആ, കർക്കിടക കഞ്ഞി ഉണ്ടാക്കുക, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പണ്ടും നമ്മൾ അച്ഛയുള്ള സമയത്തും ചടങ്ങുകളായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ അമ്മ വിളിച്ചു പറഞ്ഞു നേരത്തെ എഴുന്നേക്കണം, പാപ്പുവിനെ നേരത്തെ എഴുന്നേൽപ്പിക്കണം. ഇന്ന് പാപ്പുവിന് സ്കൂളില്ല, അവർക്ക് ഹോളിഡേ ആണ്, എക്സാം ഒക്കെ ആയിട്ട് ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് പാപ്പുവിനെ നേരത്തെ എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരാൾ സുന്ദരി കുട്ടിയായിട്ട് ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് പാപ്പുവാണ് എൻ്റെ ക്യാമറാമാൻ. ഹലോ ഹലോ. പാപ്പുവിനെ കാണണമെങ്കിൽ പാപ്പുവിന്റെ ചാനലിൽ പോണം. അപ്പോ അഞ്ച് തിരിയിട്ടിട്ടാണ് നമ്മള് വിളക്ക് കൊളുത്താറ്. അല്ലെങ്കിലും 2 തിരിയിട്ട് കൊളുത്തുന്നവരുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും 5 തിരിയിട്ടിട്ടാണ് വിളക്ക് കൊളുത്താറ്. 5 തിരി ഐശ്വര്യത്തിന്റെ ഇതാണെന്നാണ് പറയാറുള്ളത്. അപ്പം 5 തിരിയിട്ടിട്ടാണ് ഞാൻ എപ്പോഴും വിളക്ക് കൊളുത്താറുള്ളത്. അപ്പം ഇന്നലെ ഇവിടെ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ക്ലീനിങ്ങും ഇവിടെ ഉണ്ടായിരുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കത്തിച്ച് കളയുക, അങ്ങനെയൊക്കെ. പണ്ട് നമ്മളുടെ പഴയ വീടുള്ള സമയത്ത് എന്താണ് മുറ്റമൊക്കെ ഉണ്ട്, തെങ്ങും എന്താണ്. പാപ്പു കണ്ടിട്ടില്ലല്ലോ, പാപ്പുവിന് വീട് അറിയില്ലല്ലോ. ശരിക്കും അപ്പാപ്പയുടെയും അമ്മാമ്മയുടെയും മമ്മിയുടെയും അബോണ്ടയുടെ ഒക്കെ റിയൽ ഹോം അവിടെ. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ 2 തെങ്ങുണ്ട്, സൈഡിലൊരു മാവുണ്ട്, എപ്പോഴും മാങ്ങ ഉണ്ടാവുന്ന ഒരു മാവാണ്, അതെന്താണെന്നറിയില്ല. പിന്നെ ബാക്കിലൊരു തെങ്ങുണ്ട്. അങ്ങനെ കുറെ. ആ വീടിന്റെ പേര് അമൃതവർഷിണി എന്നായിരുന്നു. അപ്പൊ മമ്മി ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആ വീട് നമ്മൾ വെക്കണേ. അപ്പൊ അപ്പാപ്പ ആ വീടിന്റെ പേരിട്ടത് അമൃതവർഷിണി എന്നാണ്, മമ്മിയുടെ പേരിന്ന്. അപ്പൊ ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഇതേമാതിരി കർക്കിടക മാസത്തിന് തൊട്ട് മുമ്പുള്ളപ്പോ എല്ലാ സാധനങ്ങളും അടിച്ചു വാരി കൂട്ടി ഒരു മൂലയിൽ, തെങ്ങിന്റെ മൂലയിൽ കൊണ്ടുപോയിട്ട് തീയിട്ട് കത്തിച്ച്, വേസ്റ്റ് ഒക്കെ കത്തിച്ച് കളയാ, വീടൊക്കെ ശുദ്ധിയാക്കുക, ഇങ്ങനെയൊക്കെ അമ്മാമ്മ ചെയ്യാറുണ്ട്. ഇതിപ്പോ ഞാൻ പാപ്പുരോട് പറഞ്ഞു തരേണ്ട പോലെ. അപ്പോ അതിനുശേഷം കർക്കിടക കഞ്ഞി ഉണ്ടാക്കുക. ഇപ്പൊ കർക്കിടക കഞ്ഞിയൊക്കെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പണ്ട് കർക്കിടക കഞ്ഞിയൊക്കെ എന്താ പറയാ, അമ്മാമ്മ ഉണ്ടാക്കും, ഇപ്പോഴും അമ്മാമ്മ ഉണ്ടാക്കും. അപ്പാപ്പയും അമ്മാമ്മയും കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് ഈ ഒരു മാസം, ശരിക്കും പറഞ്ഞാൽ ഈ മാസം ഭയങ്കര നമ്മൾ ഹെൽത്ത് ഒക്കെ നോക്കേണ്ട മാസം, അങ്ങനെയൊക്കെയാണ് പറയാ. പഞ്ഞ മാസം എന്നാണ് പറയാ പഴയ ആളുകൾ. അതായത് ഒരുപാട് വർക്കൊന്നുമില്ലാത്ത, ഒരുപാട് എന്താ പറയാ, ഹെൽത്ത് ഒക്കെ വീക്കാവുന്ന സമയം എന്നൊക്കെയാണ് പറയാ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഹെൽത്തിനെ നോക്കണം. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഒരു പ്രത്യേകതരം കഞ്ഞിയുണ്ട്, കർക്കിടക കഞ്ഞി. ഉലുവയൊക്കെ ഇട്ടിട്ട്, ഉലുവ ഈന്ന് കാണിക്കണം, പക്ഷെ ഇത് നല്ല ടേസ്റ്റാ. ഉലുവയൊക്കെ ഇട്ടിട്ട് ഉലുവയൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയാണ് എന്റെ കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. കർക്കിടക കഞ്ഞി അമ്മ ഉണ്ടാക്കും. പിന്നെ ചോറില് അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചോറ്. ആദ്യം ഉള്ളി നെയ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരട്ടിയിട്ട് അതിനകത്തേക്ക് ചോറൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റിലൊരു സാധനം ഞങ്ങൾക്ക് ഉരുളയാക്കി തരും. അപ്പൊ ഇങ്ങനെയൊക്കെ കുറേ ഓർമ്മകളാണ് കർക്കിടക മാസം എന്ന് പറയുമ്പോ. ഒരു മിനിറ്റ് കേട്ടോ. അപ്പോ ഇന്നിപ്പോ ഇവിടെ നമുക്ക് ഫ്ലാറ്റ് ലൈഫും ഒക്കെ ആയതുകൊണ്ട് തന്നെ മമ്മി പോയി, മമ്മി എന്നെ വിട്ട് പോയി. ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് അവിടെ കൊണ്ടുവച്ചു. ഒരു മിനിറ്റ് മമ്മി ഇതൊന്ന് തമ്പായി പാത്തിച്ചോട്ടെ.
പണ്ടത്തെ ഞങ്ങളുടെ സ്വന്തം വീട്ടില് ഇതിപ്പോ ഫ്ലാറ്റ് ലൈഫ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ മിനി പൂജാ റൂം പരിപാടിയല്ലേ. ഞങ്ങളുടെ സ്വന്തം വീട്ടില് തുമ്മിക്കോ സ്വന്തം വീട്ടില് ഒരു പൂജാ മുറി തന്നെ ഉണ്ടായിരുന്നു. ആ മുറിയിൽ ആ പൂജാ റൂമിൽ ഇരുന്നിട്ടാണ് മമ്മിയും അമ്മാമ്മയും അപ്പാപ്പയും അബോണ്ടയും ഞങ്ങൾ 4 പേരും കൂടെ വൈകുന്നേരം ആവുമ്പോൾ അർച്ചന ചെയ്യുക, ഭജന ചെയ്യുക, അപ്പാപ്പ കൊട്ടുക, പാട്ട് പാടുക. ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ ഈ പെട്ടെന്ന് ഈ പഴയ വീടിന്റെ കാര്യം പറയാനുള്ള എന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി ഞങ്ങളുടെ പഴയ വീട് ഇങ്ങനെ സ്വപ്നം കാണാം, പഴയ വീട്ടിൽ പോകണം. ഇപ്പൊ ആ വീട് നമ്മളൊരു ഒരു ഓൾഡ് ഏജ് ഹോമിന് കൊടുത്തിരിക്കുക. അവിടെ ഇപ്പൊ കുറെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ താമസിക്കുകയാണ്. അത് കുറച്ച് ഉള്ളിലേക്കായിരുന്നു ആക്ച്വലി. എളമക്കരയിലായിരുന്നു നമ്മുടെ വീട്. അപ്പൊ ആ വീട് കുറെ ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ വർക്കും കാര്യങ്ങളും ഒക്കെ വന്നപ്പോ അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയ വിട്ട് ഇങ്ങോട്ട് കുറച്ചും കൂടെ സിറ്റിയിലേക്ക് വന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തന്നെ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന എളമക്കര വീട്ടിൽ പോണത്, ഞാനും അച്ഛയും കൂടെ പോണത്, അച്ഛനെയും കൂടെ പോയി പഴയ കാര്യങ്ങൾ മാങ്ങ പറക്കിയെടുത്ത് ടെറസിൽ കയറണത്, നടക്കാൻ പോണത്, ഇങ്ങനെയൊക്കെ കുറേ സ്വപ്നങ്ങൾ കാണിക്കും. ഭയങ്കര കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഭയങ്കര ഇമോഷണലി സങ്കടമായിട്ടിരിക്കുകയാണ്. ഈ പഴയ വീട് കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് ആലോചിക്കും വലുതാവണ്ടായിരുന്നു, ആ ഒരു പ്രായത്തില് നിന്നാ മതിയായിരുന്നു. പിന്നെ വലുതായത് കൊണ്ടാണ് എനിക്ക് പാപ്പുവിനെ കിട്ടിയത്. അതർവൈസ് ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമായിരുന്നെങ്കിൽ നല്ല സന്തോഷമായിരുന്നു, നല്ല സുഖമായിരുന്നു, കുഞ്ഞു ആവളായിരുന്നു. ഇപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇതിനെ പറയുന്നത് സേജ് സ്റ്റിക്ക് എന്നാണ് കേട്ടോ. ഇതുണ്ടോ, നമുക്കിത് ഓൺലൈനിൽ ആമസോണിനൊക്കെ വാങ്ങാൻ കിട്ടും. ആക്ച്വലി ഇത് എൻ്റെ ഒരു ഫ്രണ്ട് സാഹിത്യ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു സംഭവമാണ്. ഈ സേജ് സ്റ്റിക്ക് ബേസിക്കലി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നെഗറ്റീവ് എനർജീനെ കളയുന്ന ഒരു സാധനമാണ്. സാധാരണ അത് ഫുള്ള് ഒരു കഷ്ണം എടുത്തിട്ടാണ് ഇത് കത്തിച്ചിട്ട് ഇങ്ങനെ ഇതിൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വീട് മൊത്തം കാണിക്കാന്നാണ് പറയാ. പക്ഷെ ഞാനത് മൊത്തം എടുത്താൽ ടൂ മച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് നെഗറ്റീവ് എനർജീനെ ക്ലെൻസ് ചെയ്യണതാ. ഇത് ഭയങ്കര അത് എത്രത്തോളം വർക്ക് ചെയ്യും, ഓറ ക്ലെൻസിങ് എന്നൊക്കെയാണ് പറയാ. എത്രത്തോളം വർക്ക് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പൊ മിക്കവാറും ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സ്, സ്പെഷ്യലി വീട്ടിൽ കുറെ ആളുകളൊക്കെ വന്ന് പോലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ടെൻഷനാണ്, എന്തൊക്കെ എനർജിയാണ് വീട്ടിൽ കയറി. ബിക്കോസ് ഇതൊരു കുഞ്ഞു സ്ഥലമാണെങ്കിലും ഇത് എൻ്റെ ഒരു സ്വർഗ്ഗമാണ്, എൻ്റെ ഒരു ടെമ്പിൾ പോലെയാണ് ഞാൻ എൻ്റെ ഈ ഒരു വർക്ക് സ്പേസ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ നെഗറ്റീവ് എനർജി ഓറ ക്ലെൻസിങ്ങും പരിപാടികളൊക്കെ ചെയ്യും. പിന്നെ കുറെ കണ്ണും കുറെ ദൃഷ്ടിയും പിന്നെ ഈ പറഞ്ഞ മാതിരി അറിഞ്ഞുകൊണ്ട് നശിച്ചു പോണേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കുറെ ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എഫക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ സാധാരണ ഈ സേജ് സ്റ്റിക്ക് ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് കത്തിച്ചിട്ട് ഇത് ചെയ്യണം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ സേജ് സ്റ്റിക്ക് കത്തിച്ച് നമ്മുടെ വീടിന്റെ എല്ലാ കോർണേഴ്സിലും എത്തിക്കുക എന്നുള്ളതാണ്. എല്ലാ കോർണേഴ്സിലും എത്തിച്ചിട്ട് ഇതിന്റെ ഈ സംഭവം ഡോസും വിൻഡോസും ഒക്കെ തുറന്നിടണം കുറച്ച് നേരത്തേക്ക്. അങ്ങനെയാണ് ഇത് പറയണത്. അപ്പൊ ഇതിനകത്തുള്ള എനർജി എല്ലാം ക്ലെൻസായി എല്ലാം പുറത്തേക്ക് പോകും. അങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി. അപ്പം ഇതിന്റെ സ്മെല്ല് കുറച്ച് സ്മോക്കി. യു ലൈക്ക് ദ സ്മെൽ? യു ഓക്കേ വിത്ത് ദ സ്മെൽ? ചില സമയത്ത് എനിക്ക് ചുമ വരും. അപ്പം ഇതിന്റെ സ്മെല്ല് ചിലപ്പോ എല്ലാവർക്കും അത് അത്ര കാര്യമായിട്ട്. സേജ് സ്റ്റിക്ക് എന്നാട്ടോ എന്റെ പേര്, SAGESTICK. അപ്പോ സേജ് സ്റ്റിക്ക് എന്നാ എന്റെ പേര്. അപ്പൊ ഇതിന്റെ സ്മെല്ല് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അബിക്ക് എന്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് ഇതിനകത്ത് കുന്തിരിക്ക ഇടും. ചില സമയത്ത് കുന്തിരിക്ക എന്ന് പറഞ്ഞാൽ സ്റ്റോൺ പോലത്തെ സാധനം. ഇതൊന്നും അറിയില്ലേ? സ്റ്റോൺ പോലത്തെ സാധനം ഇങ്ങനെ കത്തിച്ച അമ്മാമ ഇങ്ങനെ കൊണ്ടു കിടക്കാറില്ലേ, ആ സാധനം. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്മെല്ല് മാറ്റാൻ വേണ്ടിട്ട് തൽക്കാലം ഇതിന്റെ മുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചന്ദനത്തിരി ഉണ്ട്, മംഗൾദ്വീപിന്റെ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. ആ ചന്ദനത്തിരി പൊടിച്ചിടും. അപ്പം നമുക്ക് ആ സ്മെല്ല് അറിയാൻ പറ്റില്ല. എവിടെ ക്യാമറമാൻ എവിടെ? അയ്യോ മമ്മി ഇത് ലോക്കായി പോയല്ലോ, മമ്മീനെ മാത്രമേ കാണിക്കണുള്ളൂ. ആണോ? അയ്യോ ടെൻഷനായോ? ശരിയായോ? ഞാൻ കൊടുത്തിരിക്കുമ്പോ മമ്മീനെ ക്യാമറമാൻ ശരിയായോ? യെസ്. അപ്പം നമ്മൾ എങ്ങോട്ടാ പോണേ? ബേസിക്കലി നമ്മൾ വീടിന്റെ എൻട്രൻസിൽ ഇങ്ങനെ കാണിക്കും. അയ്യോ
നീ ഇതിന്റെ ഒപ്പത്തിന് ഗ്യാസ് കൊണ്ടുപോകണ്ട. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മൾ ഡോറ് തുറന്നിടാം. പിന്നെ എല്ലാ കോർണേഴ്സിലും ലൈക്ക് ഞാൻ ബേസിക്കലി ഇത് പൂജാ റൂമിൽ യൂസ് ചെയ്യേണ്ട സാധനം അല്ല, അതുകൊണ്ട് തന്നെ ഇത് പൂജാ റൂമിൽ യൂസ് ചെയ്യുന്ന താലമല്ല, ഇത് ഇതിന് വേണ്ടി മാത്രം ഞാൻ വെച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഈവൻ ടോയ്ലറ്റിൽ വരെ കൊണ്ടുപോയി. ഈ ടോയ്ലറ്റിലുള്ള എനർജി, ഈ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതും പൊക്കോട്ടെ എന്ന് വിചാരിച്ച് അത് ചെയ്യും. പിന്നെ ഇവിടെയൊക്കെ കുറെ പേര് ഇരിക്കുന്നതാണല്ലോ, ചിലർ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്. പക്ഷെ ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യും, ഇവിടെയൊക്കെ ക്ലെൻസ് ചെയ്യും. എന്നിട്ട് പിന്നെ ഇവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്വന്തമായിട്ടും നമ്മളുടെ ഇങ്ങനെ ഫുൾ ബോഡി ചെയ്യുന്നതും നല്ലതാണ്. ഇതെന്താ അത് ക്യാമറാമാന്റെ തലയിൽ ഇരുന്ന സാധനം താഴെ പോയല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടികൾ. മമ്മി ഓടുമ്പോൾ എന്റെ ക്യാമറ ഓടുകയാണ്. മമ്മി ഓടുമ്പോൾ ഈ ക്യാമറയും ഓടുകയാണ് മമ്മി. പിന്നില്ല, അതിനല്ല ഞാൻ ഓടുന്ന ഒരു ക്യാമറാമാനെ വെച്ചത്. അപ്പം ഡോഴ്സും വിൻഡോസും ഒക്കെ പറഞ്ഞിടാം, ഇവിടെയുള്ള എല്ലാ ദുഷ്ട എനർജീസും എല്ലാം പോട്ടെ. അപ്പൊ അങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങളുടെ കർക്കിടകം 1. അവിടേക്ക് പോകണ്ട, അവിടെ തുണി കഴുകി കൊണ്ടിട്ടിരിക്കണം, അത് കണ്ട ക്ഷീമാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഇതേപോലെ ഇലക്ട്രോണിക്സിന്റെ ഒക്കെ മുകളിൽ കൂടെ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും തീ പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോ അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ഒരു നല്ല കർക്കിടക മാസം ചെയ്യുമ്പോൾ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ സങ്കടങ്ങളും എല്ലാ ദുരിതങ്ങളും ഒക്കെ വിട്ടുപോയി ഒരു നല്ല ഐശ്വര്യമുള്ള ഒരു വർഷത്തിലേക്ക് പോട്ടെ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ഞാനും പാപ്പും കൂടെ ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ബാത്റൂം അല്ലടാ കൊരങ്ങ, മിറർ. That is me and Papu. Bye bye.